നമ്മളുടെ മനസ്സിൽ അമിതമായ അഹങ്കാരം കൂടുമ്പോൾ നമ്മൾ ഈ 5 വിരലിനെ കുറിച്ച് ഓർക്കണം. ഈ 5 വിരലിനും ഒരു കാലത്ത് അഹങ്കാരം ഉണ്ടായിരുന്നു, അറിയാവോ? ഈ വിരല് പറഞ്ഞു, വിരലുകളിൽ കേമൻ ഞാനാണ്, തള്ളവിരലെന്നാണ് എന്നെ വിളിക്കുക, തള്ളവിരലെന്നാണ് എന്നെ വിളിക്കുക. ഏതൊരു വസ്തു എടുത്തുയർത്തണമെങ്കിലും ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും ഞാനില്ലെങ്കിൽ പറ്റില്ല. പണ്ട് കാലത്ത് ഞാൻ കുലച്ചിരുന്നത് വരെയും എൻ്റെ ഈ വിരൽ കൊണ്ടാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചപ്പോൾ ചൂണ്ടുവിരൽ പറഞ്ഞു, നീ കേമനല്ല, ഞാനാണ് കേമൻ. കാരണം കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ വരെ ചൂണ്ടുമർമ്മത്തിൽ നിർത്തുവാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഈ വിരലാണ്, അതുകൊണ്ട് ഞാനാണ് കൂട്ടത്തിൽ കേമൻ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ നടുവിരലിനൊരു അഹങ്കാരം ഉണ്ടായി. നിങ്ങൾ ആരും കേമന്മാരല്ല, നടുവിരൽ എന്നാണ് എന്നെ വിളിക്കുക. എൻ്റെ അപ്പുറത്തും 2 പേര് കാവലുണ്ട്, ഇപ്പുറത്തും 2 പേര് കാവലുണ്ട്, കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ളത് ഞാനാണ്, അതുകൊണ്ട് കേമൻ ഞാനാണെന്ന് പറഞ്ഞു. ഇത് കണ്ട് മോതിരവിരൽ പറഞ്ഞു, നിങ്ങൾ ആരും കേമന്മാരല്ല, നല്ല നല്ല വിശേഷങ്ങൾ നടക്കുമ്പോൾ പവിത്രം ധരിക്കുന്നത് എൻ്റെ ഈ കയ്യിലാണ്, നല്ല സ്വർണങ്ങൾ ആദ്യം ഇടുന്നത് എൻ്റെ ഈ കയ്യിലാണ്, ഒരു ദമ്പതികളെ കൂട്ടിയിണക്കുമ്പോൾ മോതിരമിടുന്ന എൻ്റെ ഈ കയ്യിലാണ്, കൂട്ടത്തിൽ കേമൻ ഞാനാണെന്ന് പറഞ്ഞു. പക്ഷെ ചെറുവിരൽ ഒന്നും പറഞ്ഞില്ല. കാരണം എന്താണെന്നറിയാവോ? എല്ലാം ഒരമ്മ പറ്റ മക്കളല്ലേ, ഞാൻ എന്തിന് അഹങ്കാരം പറയണം? ഇതുപോലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് വരുമ്പോൾ ഇതുപോലെ നല്ല അമ്മമാരും അച്ഛന്മാരും നല്ല സഹോദരിമാരും നല്ല സഹോദരന്മാരും ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ തുല്യത പ്രാപിക്കുവാൻ നമസ്തേ എന്ന് പറഞ്ഞ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ കുഞ്ഞൻ വിരലാണ് എന്ന് പറഞ്ഞ് ഈ വിരൽ എല്ലാവരുടെയും അഹങ്കാരത്തെ ശമിപ്പിച്ചു. അപ്പൊ നമസ്തേ എന്ന് പറയുന്നത് എന്തിനാണ്? ഞാൻ നിങ്ങൾക്ക് തുല്യനാണ്, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തുല്യനാണ് എന്ന് പറഞ്ഞ് ഒരാൾ നമസ്തേ പറഞ്ഞാൽ തിരിച്ച് നിങ്ങൾ നമസ്തേ പറയണം. കാരണം അഭിവാദനവും പ്രത്യഭിവാദനവുമാണ്. അപ്പൊ കുഞ്ഞന്മാരിൽ എന്താ പറഞ്ഞേ? പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോകുമ്പോൾ അഭിമാനികളായ നിഷ്കാമ ഭക്തിയുള്ള ഭക്തജനങ്ങളും അമ്മമാരും അച്ഛന്മാരും സഹോദരന്മാരും സഹോദരികളും കുഞ്ഞുമക്കളുമുണ്ട്. അവരെ കാണുമ്പോൾ ഏറ്റവും മുന്നിൽ എളിമയോടെ നിൽക്കുന്ന ആൾ ഞാനാണ്. അതുകൊണ്ട് നമ്മൾ ആരും അഹങ്കരിക്കരുത്.